തെരഞ്ഞെടുപ്പ് സമയമാണ്. നിലമ്പൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. പൊതുതെരഞ്ഞെടുപ്പുകളിലേക്കാൾ ഉപരി ഈ ഉപതെരഞ്ഞെടുപ്പുകളാകുമ്പോൾ വിഷയങ്ങൾക്ക് കുറച്ചുകൂടി, പ്രാദേശികമായ വിഷയങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം സംഭവിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ് അടുത്ത കാലത്തായി ഉണ്ടായ ഒരുപാട് വിഷയങ്ങൾ മാറി മാറി വരുന്നു. ഇന്ന് സതീശൻ പറഞ്ഞതുപോലെ നീലപ്പെട്ടിയായിരുന്നു പാലക്കാട്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പന്നിക്കണിയാക്കി എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമാണ്. കോൺഗ്രസ് അവിടെ സമരരംഗത്ത് വന്നു. അവർ വിചാരിച്ചത് ഇത് കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളതാണ്, അതിനെ തുടർന്നുണ്ടായ സംഭവമാണ് എന്നാണ്. പിന്നീട് ആ അബദ്ധം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ മന്ത്രി ഇതിനെ കുറച്ചുകൂടി പൊലിപ്പിക്കുകയാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഇതിന് പുറകിൽ, സംഭവത്തിന് പിന്നിൽ. CPM സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ഇന്ന് വന്നിട്ട് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ പ്രതി എന്ന് പറയുന്നു. അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബന്ധം പറയുന്നു, സ്ഥാനാർത്ഥിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തെ ഇങ്ങനെ രാഷ്ട്രീയമായി കാണേണ്ട ഒന്നാണോ എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അനധികൃതമായ വൈദ്യുതി മോഷണം, ഈ കെണിവെക്കലൊക്കെ പിടിക്കപ്പെടണം. അതിനൊക്കെ ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ്. ഇതിന് രാഷ്ട്രീയവും അതൊക്കെ ചികഞ്ഞു പോകുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. എങ്ങനെ കാണണം ഇതിനെയൊക്കെ? സത്യത്തില് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ മടി തോന്നുന്നുണ്ട്. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ശവം വിറ്റ് കാശാക്കുക എന്ന് പറയില്ലേ, അതേപോലെ ശവം വിറ്റ് വോട്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പയ്യൻ, ഒരു ചെറിയ കുട്ടി, അവൻ ഒരു ദുരന്തത്തിൽ പെടുന്നു. അത് സ്വാഭാവികമായിട്ടല്ല, നാട് മുഴുവൻ സങ്കടപ്പെടേണ്ടത്. അവിടെ ഈ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിന്റെ ഘട്ടത്തിൽ എത്തിയിട്ടുള്ള ആളുകളും കുട്ടികളും പല മതത്തിലും ജാതിയിലും പെട്ട ആളുകളൊക്കെ നമ്മൾ അതിന് വിഷ്വലിൽ കാണാമല്ലോ. അവരൊക്കെ ഈ വളരെ അങ്ങേയറ്റം സങ്കടത്തോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ സംഭവത്തെ രാഷ്ട്രീയമായിട്ട് വോട്ടാക്കി മാറ്റാൻ ഉള്ള ഒരു ഉപാധിയാക്കിയതിനോട് അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അത് രണ്ട് പക്ഷവും, ഞാൻ ഒരു പക്ഷത്തെക്കുറിച്ച്, രണ്ട് പക്ഷവും ചെയ്യുന്ന ഇതാണ് വോട്ടാക്കലാണ്. നമ്മളിതിൽ നോക്കുക, ഈ സംഭവം ഇതിൽ കൃത്യം എന്താണ്? ഇപ്പം സേനാപതി വേണു പറഞ്ഞൊരു കാര്യമുണ്ട്. വൈദ്യുതി ഈ സംഭവം 7 മണിക്കാണ് നടക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരുപക്ഷെ ഈ പോസ്റ്റിൽ കയറിയിട്ട് ഈ വൈദ്യുതി കണക്ട് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് പറഞ്ഞത്. അതിന്റെ ആ സംഭവ സ്ഥലത്തെ വിഷ്വല് താങ്കൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിൽ കൃത്യമായിട്ട് അറിയാം. ഇത് അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ചെയ്യാറുള്ളതാണ്. ഈ കമ്പിൽ കമ്പി കൊളുത്തിയിട്ട്, മുകളിൽ കൊളുത്തിയിട്ട് അതിലൂടെയാണ് എടുക്കുക. അത് കമ്പ് നേരെ ഈ ലൈനിലേക്ക് വെച്ചാൽ കണക്ഷനായി സെക്കൻഡുകൾക്കുള്ളിൽ മോഷ്ടിക്കാവുന്ന വഴിയാണ്. അത് KSEBക്കാർക്ക് ഒരു തരത്തിലും വന്ന് നോക്കാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കമ്പ് ആവശ്യം കഴിഞ്ഞാൽ കമ്പെടുത്ത് മാറ്റും. ഇങ്ങനെ വൈദ്യുതി മോഷണം ഈ വനപ്രദേശങ്ങളിൽ ധാരാളം നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വനപ്രദേശങ്ങളാണുള്ളത്. നാട്ടിൻപുറങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ രീതിയിൽ നടക്കുന്നത്. നല്ലൊരു നീളം ഈ വൈദ്യുതി ലൈൻ പോകുന്ന ആ ഉയരം ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു കമ്പ് മതി, ഒരു മുളം കമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പ് ഉണ്ടായാൽ മതി. അതിന്റെ അറ്റത്ത് കമ്പി കെട്ട് അതിനോട് കമ്പി ഒരു കൊളുത്തു പോലെ ഉണ്ടാക്കുക. അതിൽ നിന്ന് ഈ വയറിന്റെ എടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി മോഷണം വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. അതാണ് ഒന്ന്. അപ്പൊ അതിന് നമ്മൾ എന്തിനാണ് KSEBക്കാരെ കുറ്റം പറയുന്നത്? KSEBക്കാർക്ക് ഒരിക്കലും ഇത് അങ്ങനെ കമ്പ് കെട്ടിയിട്ടുണ്ടോന്ന് ഒരു മെഷീൻ വെച്ചിട്ടും ഒരു തരത്തിലുള്ള യന്ത്രം വെച്ചിട്ടും ഇത് കണ്ടെത്താൻ പറ്റില്ല. അത് തീർച്ചയായും തെറ്റായി. ഒരു പക്ഷേ ഈ സംഭവം ഉണ്ടാവുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു മിനിറ്റുകൾക്ക് മുമ്പൊക്കെ ആയിരിക്കും കൊളുത്തിയിട്ടുണ്ടാവുക. കൊളുത്തുന്ന ആളുകൾക്ക് ഈ വൈദ്യുതി മോഷണം, പ്രത്യേകിച്ച് ഈ പ്രതികളെ കുറിച്ച് പറഞ്ഞല്ലോ, അവര് ഇതേ രീതി അനുവർത്തിച്ചിട്ട് പന്നിയും മറ്റും പിടിച്ചിട്ട് വിൽക്കുന്ന ആളുകൾ, അതിങ്ങനെ ആ രീതിയിൽ തനി ഒരു അക്രമികളായിട്ടുള്ള ആളുകളാണ്, ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് വരും. പന്നി സത്യത്തിൽ വന്യമൃഗം എന്ന് പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഞാനിപ്പോ നിൽക്കുന്ന കോഴിക്കോട് ഈ ദേശീയപാത ബൈപ്പാസിൽ കുറച്ചു കാലം മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ ഒരാള് സ്കൂട്ടർ വീണ് മരിച്ചിരുന്നു. സ്കൂട്ടറിൽ പോകുന്നതിനിടയിൽ പന്നി കുറുകച്ചാടി. അത് കോഴിക്കോട് നഗരത്തിലുള്ള ബൈപ്പാസിലാണ് സംഭവിക്കുന്നത്. കാട്ടുപന്നി കുറുകച്ചാടിയിട്ട് ഒരാൾ മരിച്ചു. ഇത് സ്വാഭാവികമാണോ? കാട്ടുപന്നി ഒക്കെ നഗരത്തിലൊക്കെ ധാരാളമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് പെറ്റ് വരികയാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇതൊക്കെ വെടിവെച്ച് കൊല്ലുന്നതിന് ആളുകളെ നിയോഗിക്കുന്ന പരിപാടി. ഇവിടെ ഇപ്പോഴാണ് പന്നികളെ കൊല്ലാനുള്ള ലൈസൻസ് അനുമതി ഈ പഞ്ചായത്തുകൾക്ക് കൊടുത്തത്. പഞ്ചായത്തുകൾക്ക് അവരെ ആളുകൾക്ക് വെച്ചുകൊണ്ട് ചെയ്യിക്കാം. പക്ഷെ മറ്റു മൃഗങ്ങളാണെങ്കിൽ പോലും ഈ കടുവയ്ക്കൊക്കെ അതിൻ്റെതായിട്ടൊരു ആവാസ
കേന്ദ്രം, അതിനപ്പുറത്തേക്ക് വേറൊരു കടുവയെ, ആൺകടുവയെ ഈ കടുവകൾ അംഗീകരിക്കില്ല. അപ്പൊ പുറത്തേക്ക് പോകും. പ്രായമായ കടുവ, ഈ മറ്റേ പരിക്ക് പറ്റിയ കടുവ, ഇതൊക്കെ അങ്ങനെ പോകും. നമ്മൾ ഇതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൃഗങ്ങൾ വരുന്ന മൊത്തമായിട്ട് നമ്മൾ ഈ കാട് മുഴുവൻ ഫെൻസിങ്, അതായത് ഒരു ബലപ്പെടുത്തിയ ഫെൻസിങ് വെച്ച്, അവിടെയും അങ്ങനെ ഫെൻസിങ് വെച്ചുകൊണ്ട് കാര്യമില്ല. വൈദ്യുതി കടത്തി വിട്ടിട്ട് കടക്കാതിരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴും ഒരുപക്ഷെ അപകടം ഉണ്ടാവാം. അപ്പൊ ഇതിന് നമ്മളിപ്പോ വനം വകുപ്പിനെയോ ഈ KSEBയോ ഇത്തരം കാര്യങ്ങളിൽ കുറ്റം പറയുന്നതിന് കാര്യമില്ല. ആളുകൾ ഇപ്പൊ പറഞ്ഞില്ലേ, എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോഴേക്ക് തെരുവിലേക്ക് വരുന്ന ആളുകൾ, മിക്ക ആളുകളും സങ്കടം കൊണ്ടോ പ്രതിഷേധം കൊണ്ടൊന്നുമല്ല. നല്ല ശതമാനം ആളുകൾ ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം കളിയുടെ ഭാഗമാണ്. എല്ലാവർക്കും അതേപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. സങ്കടമുള്ള ആളുകൾ, അവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് രാഷ്ട്രീയമാണ്. പക്ഷെ ഇവിടെ ചെയ്തത് വളരെ കുറ്റകരമായ കാര്യമാണ്. അത് ഈ മന്ത്രി ഉൾപ്പെടെ, ഞാൻ പറയാം, മന്ത്രിയെ ഇത്രയും നമ്മള് പൊട്ടത്തരം പറയുക. അതെ, മന്ത്രി പറയുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ, ഈ പ്രതിഷേധത്തിന്റെ പിന്നിലല്ല, പ്രതിഷേധിച്ചവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് സ്വരാജ് പറയുന്നുണ്ട്. പക്ഷെ മന്ത്രി അതിന് മുൻപേ പറയുകയാണ് ഈ സംഭവത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന്. തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഈ വിഷയം എന്താണ് പ്രയോജനം ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. എത്ര മൗഢ്യമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആലോചിക്കണം. തീർച്ചയായിട്ടും ഞാനതാ പറയുന്നത്. ഇങ്ങനൊരു മന്ത്രി, വിവരമില്ലായ്ക ഒക്കെ ആവാം, പക്ഷെ മന്ത്രിസ്ഥാനത്തിരുന്ന് ഇത്രയും വിവരക്കേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്തരം സംഭവത്തിനെ കുറിച്ച് ഇത് വരുമ്പോൾ അതിൽ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ അതിൽ സഹതപിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അല്ലാതെ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം, മന്ത്രിയാണ് ഇതിലെ ആദ്യത്തെ കുറ്റപ്പെടുത്തേണ്ട ഒരാള്. രണ്ടാമത് ഇപ്പൊ ഇതിനെ ന്യായീകരിച്ചുള്ള MP ഗോവിന്ദൻ മാഷയുടെ നിലപാട് അതേപോലെയാണ്. ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിലൊക്കെ ആ രാത്രി തന്നെ ഉണ്ടായ ബഹളവും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് പോലും BJPക്കാരുടെയും കോൺഗ്രസിന്റെ ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങളും ഇത്തരം കാര്യങ്ങൾ കണ്ടു. ഇവരൊക്കെ ചെയ്യുന്നത് ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി, ഇവിടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടാക്കി മാറ്റാം. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണ്, UDF ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്, BJP ആണെങ്കിലും ഇതൊരു വലിയ വോട്ടാക്കാനുള്ള ഒരു തന്ത്രമാക്കി ഉപയോഗിക്കുന്നു. ഇവര് മനസ്സിലാക്കേണ്ടത്, മരിച്ച കുട്ടി, ആ കുട്ടി ഇതിലൊന്നും, ഈ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമുള്ള കുട്ടിയല്ലല്ലോ. ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കള്, മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കൊക്കെ ഒന്നും ഈ രാഷ്ട്രീയ കളിയിൽ ഒരു താല്പര്യവും ഇല്ലാത്തതാണ്. ഇത് ഇവിടെ നിർത്തുകയാണ് ഇവരെല്ലാവരും. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ UDFലും LDFലും BJPയിലും ഒക്കെ ഉള്ള ആളുകൾ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. കാരണം അതല്ലെങ്കിൽ അങ്ങേയറ്റത്തെ നാണക്കേടാണ്. കാരണം 10 വോട്ട് കിട്ടാനുള്ള ഒരു രീതി വേറെ വഴിയിലൊക്കെ നോക്കാം. ഇതിന് ഇത്തരം രീതിയിൽ ഒരു കുട്ടിയുടെ മരണത്തെ വോട്ടാക്കി മാറ്റുക, അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശവം വിറ്റ് വോട്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം ഹീനമാണ്. നമ്മുടെ നാടിന് ഒരിക്കലും യോജിച്ചതല്ല. ഈ സംഭവത്തില് ബാക്കിയൊക്കെ പറയാം, സർക്കാരിന്റെ വീഴ്ചകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഈ ഒരു സംഭവത്തിൽ ഇത് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ മന്ത്രി, ആദ്യത്തെ വിട്ടിത്തങ്ങ് പറഞ്ഞ ആള്. ശരി, തിരിച്ചു വരാം സാർ.